ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സിവിൽ മന്ത്രയുടെ ഇന്നത്തെ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇതൊരു കുറച്ച് നീളമുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ PSC വ്യൂവിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കൊന്നും അല്ല. എങ്കിൽ തന്നെ ഇരുന്നാലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പെയിൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് പെയിൻറ്. എന്താണ് പെയിൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതൊരു ഫ്ലൂയിഡ് മെറ്റീരിയലാണ്. ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ് മെറ്റീരിയലാണ്. ഒരു സർഫസിൻ്റെ പുറത്താണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത് പെയിൻറ്റിനെ കുറിച്ച് ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. ഇനി പെയിൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഇതാണ്. അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് ഡ്രൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു സർഫസിന് ഹാർഡാവാനും ഡ്യൂറബിൾ ആവാനുള്ളൊരു പ്രസൻസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഈ പെയിൻറ്റിന് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു സർഫസിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പെയിൻറ്റ്സ് പറ്റും. ഇത് ഇത്രയാണ് പെയിൻറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിലൊന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ഇനി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ പെയിൻറ്റ്സിന് മെയിൻലി 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ നോക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബേസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ solid substance in a fine state of division and it form bulk of a paint. ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഇത് ഫൈൻ മെറ്റീരിയലും ആയിരിക്കും. ഇനി ഇത് ഒരു പെയിൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ് ആണ്. പെയിൻറ്റിന് ഡ്യൂറബിലിറ്റി കൊടുക്കുന്നത് ബേസ് തന്നെയാണ്. പിന്നെ ഒരു ഒപ്പാക് അല്ലെങ്കിൽ ഒപ്പേക് ലെയർ ഫോം ചെയ്യുന്നു. പെയിൻറ്റിൽ ഒരു ഒപ്പേക് ലെയർ ഫോം ചെയ്യാൻ സഹായിക്കുന്നത് ബേസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേസ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേസ് ഓർപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ഫോം ഉണ്ട്, റോ ടാൽ. അല്ലെന്നുണ്ടെങ്കിൽ എന്നും പറയും, റോ ടാൽ. അല്ലെങ്കിൽ നമ്മൾ ഇതാ പറഞ്ഞ പോലെ ROWTAL എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഫസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫോമാണ്. അപ്പോൾ ആദ്യം ആർ മീൻസ് റെഡ് ലെഡ്. കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഡ് ലെഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബേസ് ആണ്. ലെഡ് പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന ബേസ് ആണ് റെഡ് ലെഡ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് സ്റ്റീൽ സർഫസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ പെയിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ബേസ് കൊണ്ടുള്ള പെയിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീൽ സർഫസിലാണ്. രണ്ടാമത്തത് O ആണ്. അത് ഓക്സൈഡ്സ് ഓഫ് അയൺ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടിൻറ്റ് വേരിയേഷൻ ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കളറിലുള്ള വേരിയേഷൻ ഉണ്ട്. യെല്ലോ ബ്രൗൺ ടു ബ്ലാക്ക് കളർ ആക്കാൻ പറ്റും. ഇത് റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് മെയിൻലി സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ചീപ്പായിട്ടുള്ളൊരു ബേസ് ആണ്. പിന്നെ ഇത് കൂടുതൽ ദിവസം ഡ്യൂറബിളുമാണ്. ചീപ്പുമാണ്, പക്ഷെ ഡ്യൂറബിളും ആയിട്ടുള്ള ഒരു ബേസ് ആണ് ഓക്സൈഡ്സ് ഓഫ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അടുത്ത O ആണ്, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്. ഓക്സൈഡ്സ് ഓഫ് സിങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നോൺ പോയിസണസ് ആയിട്ടുള്ള ബേസ് ആണ്. ഇത് സൾഫർ വേപ്പറുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് സൾഫർ വേപ്പർ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ലെസ് കോസ്റ്റും ആണ്, അതുപോലെ തന്നെ ലെസ് ബൾക്കും ആണ്. എന്ന് പറഞ്ഞാൽ കട്ടി കുറവായിരിക്കും. പിന്നെ ലെസ് ഡ്യൂറബിൾ ആണ്. കോസ്റ്റ് കുറവാണ്, അതോടൊപ്പം തന്നെ ഡ്യൂറബിലിറ്റിയും കുറവാണ്. HITE
വൈറ്റ് എന്നുണ്ട്, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഒരു ഇ കൂടെ വരും. വൈറ്റ് ലെഡ്. ഓക്കെ, വൈറ്റ് ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ലെഡ് ആണ്. ഇത് വാട്ടർ പ്രൂഫ് പെയിൻറ്റ്സിലാണ്. നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫ് പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ്. ഇത് വാട്ടർ പ്രൂഫ് പെയിൻറ്റ്സിൻ്റെ ബേസ് ആണ്. വുഡ് സർഫസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസ്കളേർഡ് ഓൺ എക്സ്പോസ് ടു സൾഫർ വേപ്പർ. സൾഫർ വേപ്പറുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻറ്റിൻ്റെ കളർ ഡിസ്കളേർഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റോ ചാൽ. ടീയും ഫസ്റ്റത്തെ എയും ടി ടൈറ്റാനിയം വൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റിമണി വൈറ്റ്. രണ്ട് കോമ്പണൻ്റ് ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് ബേസ് ഒരുമിച്ച് ഒരു ഹെഡിങ്ങിന് താഴെ കൊടുത്തിരിക്കുന്നത് ടൈറ്റാനിയം വൈറ്റ് ആൻഡ് ആൻറ്റിമണി വൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒപ്പസിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഈ രണ്ട് ബേസിനും സാധിക്കും. അണ്ടർ കോട്ട് ഓഫ് ടൈറ്റാനിയം വൈറ്റ് ആൻഡ് ആൻറ്റിമണി വൈറ്റ് മിക്സ്ഡ് വിത്ത് ലിൻസ്ഡ് ഓയിൽ ഈസ് അപ്ലൈഡ് ബിഫോർ ദ ഇനാമൽ പെയിൻറ്റ്. ഇനാമൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള കോട്ടിൽ നമുക്കറിയാം പെയിൻറ്റിങ് നമ്മൾ 2-3 കോട്ടായിട്ട് കൊടുക്കും. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള കോട്ടിൽ നമുക്ക് ലിൻസീഡുമായിട്ട് ഈ ലിൻസീഡ് ഓയിലുമായിട്ട് ടൈറ്റാനിയം വൈറ്റും ആൻറ്റിമണി വൈറ്റും മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ട് അടിക്കാം. അതിന് പുറത്ത് നമുക്ക് ഇനാമൽ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായി. അതാണ് ഈ ടൈറ്റാനിയം വൈറ്റും ആൻറ്റിമണി വൈറ്റുമായിട്ടുള്ള ബേസിൻ്റെ ഉപയോഗം. നെക്സ്റ്റ് വൺ ഈസ് അലുമിനിയം പൗഡർ. അടുത്ത റോചാലിൻ്റെ packing and wrapping of wood by not absorbing moisture from wood. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം പൗഡറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ക്രാക്കും റാപ്പിങ്ങും, വുഡിലുള്ള ക്രാക്കും റാപ്പിങ്ങും എന്ത് ചെയ്യും, കുറയ്ക്കും, പ്രിവെൻറ്റ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വുഡിൻ്റെ അകത്തുള്ള വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാതെ ഈ ഒരു രണ്ട് പ്രോപ്പർട്ടീസ് ക്രാക്കിങ്ങും റാപ്പിങ്ങും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അലുമിനിയം പൗഡറിന് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ലാസ്റ്റ് വൺ ഈസ് എൽ ഫോർ ലിത്തോഫോൺ. ലിത്തോഫോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡും ബൈ ബാരിയേറ്റ്സും കമ്പൈൻ ചെയ്ത്, സിങ്ക് സൾഫൈഡും ബാരിയേറ്റ്സും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ബേസാണ് ലിത്തോഫോൺ എന്ന് പറയുന്നത്. ഇത് കളർ ചേഞ്ച് ആവും എപ്പോൾ സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന പെയിൻറ്റ് സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഇത് ഇത്രയാണ് എന്ത് നമ്മുടെ ടൈപ്പ് ഓഫ് ബേസ്, നമ്മുടെ പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന ബേസിൻ്റെ ടൈപ്സ്. അതിന് പഠിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് ഫോമാണ് റോട്ടാൽ. ഇത് ഓർത്തിരിക്കുക. റെഡ് ലെഡ്, ഓക്സൈഡ് ഓഫ് അയൺസ്, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, വൈറ്റ് ലെഡ്, ടൈറ്റാനിയം വൈറ്റ്, ആൻറ്റിമണി വൈറ്റ്, അലുമിനിയം പൗഡർ, ലിത്തോഫോൺ. ഇത്രയാണ് നമ്മുടെ ബേസ്, നമ്മുടെ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന ബേസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് വെഹിക്കിൾ ഓർ കാരിയർ. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ ഹോൾഡ് ചെയ്യും. ആ ഒരു ലിക്വിഡ് സസ്പെൻഷൻ്റെ അകത്ത് പെയിൻറ്റിൻ്റെ അകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ഹോൾഡ് ചെയ്തൊക്കെയാണ് ഈ വെഹിക്കിൾ അല്ലെങ്കിൽ കരിയറിൻ്റെ മെയിൻ ഫങ്ഷൻ. സർഫസിൽ എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നതും ഈ വെഹിക്കിളാണ്. ആക്ടസ് എ ബൈൻഡർ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിന് ബൈൻഡർ ആയിരിക്കും. ഡെവലപ്പ് ആൻഡ് എലാസ്റ്റിക് ആൻഡ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. ആ ഒരു സർഫസിൽ എലാസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് എന്താ ആക്ട് ചെയ്യും, ഈ വെഹിക്കിൾ ഓർ കാരിയർ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിളാണ് നമ്മൾ നോക്കുന്നത്. 4 ടൈപ്പാണുള്ളത്. പൂപ്പി ഓയിൽ, ലിൻസീഡ് ഓയിൽ, നട്ട് ഓയിൽ, തഗ് ഓയിൽ. ഇത്രയും. ഇത് നമ്മൾ ഓർത്തിക്കാൻ വേണ്ടി PLENT, പ്ലന്റ് എന്ന് പറയുന്ന ഒരു വാക്ക്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു വാക്ക് പറയാൻ വേണ്ടി കൊടുക്കുന്നത്, ഈ കുറച്ച് ഒരു ഉപയോഗമില്ല. PLNT, പ്ലന്റ്. അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ് എന്ന് ഉദ്ദേശിച്ചാലും മതി. പ്ലാന്റ് എന്ന് ഉദ്ദേശിച്ചിട്ട് അവോയ്ഡ് ചെയ്താലും മതി.
പൂപ്പി ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള കളർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിപ്പറേഷൻ ഓഫ് ഡെലിക്കേറ്റ് കളേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, പെയിൻറ്റിൻ്റെ അകത്തുള്ള കളർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ് പൂപ്പി ഓയിൽ. നെക്സ്റ്റ് വൺ ഈസ് ലിൻസീഡ് ഓയിൽ. ലിൻസീഡ് ഓയിലാണ് നമ്മൾ മെയിൻലി നമ്മുടെ പെയിൻറ്റിന് യൂസ് ചെയ്യുന്നത്. ഓക്സിഡൈസ്ഡ് ആൻഡ് ബിക്കം തിക്ക് എക്സ്പോസ്ഡ് ടു എയർ. ഈ എയറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ലിൻസീഡ് ഓയിൽ എന്ത് ചെയ്യും, ഓക്സിഡൈസ് നടന്ന് അവിടെ എന്താ അത് ആ ഒരു ലെയർ തിക്കാവും, അല്ലെങ്കിൽ കുറച്ച് തിക്കാവും. അതാണ് ലിൻസീഡ് ഓയിലിൻ്റെ ഉപയോഗം. നെക്സ്റ്റ് വൺ ഈസ് നട്ട് ഓയിൽ. ഇത് ഡ്യൂറബിൾ ആണ്, ലെസ് ഡ്യൂറബിളും ലെസ് എമൗണ്ട് ആണ്, എന്ന് പറഞ്ഞാൽ ചീപ്പും ആണ്, അതോടൊപ്പം തന്നെ ലെസ് ഡ്യൂറബിളും ആണ്. ഇത് എന്ന ഓയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് തഗ് ഓയിൽ. തഗ് ഓയിൽ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള പെയിൻറ്റ്, നല്ല കൂടിയ ക്വാളിറ്റിയിലുള്ള പെയിൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് ആണ് തഗ് ഓയിൽ എന്ന് പറഞ്ഞത്. ഇത് ഇത്രയാണ് ബേസ് അല്ല, വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ. ഇത് ഇത്രയാണ്, ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾ ഓർ കാരിയർ ഇൻ പെയിൻറ്റ്സ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രയേഴ്സ്. ഡ്രയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിനെ പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ ഡ്രയേഴ്സ് എന്ന് പറയും. ഡ്രയർ എന്ന് പറഞ്ഞാൽ 10%, ഈ പെയിൻറ്റിൻ്റെ 10% താഴെ ആയിരിക്കും ഈ ഡ്രയേഴ്സ് കാണുക. ആക്ടസ് കാറ്റലിസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡ്രൈയിങ് ഓഫ് പെയിൻറ്റ്. പെയിൻറ്റിങ് പ്രോസസ്സിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ ആൻഡ് ട്രാൻസ്ഫർ ടു ദ ലിൻസീഡ് ഓയിൽ വിച്ച് ഈസ് ടേൺ ഗ്രേറ്റ് ഹാർഡർ. എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് ലിൻസീഡ് ഓയിലിലോട്ട് കൊടുക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, പെട്ടെന്ന് ഹാർഡാവും. വളരെ വെഹിക്കിൾസ് അല്ലെങ്കിൽ കാരിയറിൽ കൊടുത്തിട്ട് അതെന്ത് ചെയ്യും, പെട്ടെന്ന് ഹാർഡാവും. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. 2 ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ് ആണുള്ളത്, ഓയിൽ ഡ്രയറും പേസ്റ്റ് ഡ്രയർ. ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പഠിക്കാനില്ല, 2 ടൈപ്സ് ഓർത്തിരുന്നാൽ മതി, ഓയിൽ ഡ്രയറും പേസ്റ്റ് ഡ്രയറും. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനേർട്ട് ഫില്ലേഴ്സ് ഓർ എക്സ്റ്റെൻഡേഴ്സ് ഓർ അഡൾട്രൻസ്. ഇനേർട്ട് ഫില്ലേഴ്സ് ഓർ എക്സ്റ്റെൻഡേഴ്സ് ഓർ അഡൾട്രൻസ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ബേസിൻ്റെ എമൗണ്ട് നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ബേസിൻ്റെ എമൗണ്ട് സഹായിക്കാൻ വേണ്ടി ഈ ഫില്ലേഴ്സിന് പറ്റും. ഇൻക്രീസ് ദ ഡ്യൂറബിലിറ്റി ഓഫ് പെയിൻറ്റ്. പെയിൻറ്റിൻ്റെ എന്താ ഇരിക്കേണ്ട വർഷങ്ങൾ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി കൂട്ടും. നെക്സ്റ്റ് വൺ ഈസ് സോൾവെൻറ്റ് ഓർ തിന്നർ. തിന്നർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പെയിൻറ്റിൻ്റെ ഹാർഡ്നെസ് കുറച്ച് തിന്നാക്കാൻ വേണ്ടി, അതിൻ്റെ ലെയറിൽ ബൾക്കായിട്ട് വരുന്ന ലെയറിനെ തിന്നാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോൾവെൻറ്റ് ഓർ തിന്നർ എന്ന് പറയുന്നത്. ഹെൽപ്പ് ടു പെനിട്രേറ്റിംഗ് ത്രൂ പോറസ് സർഫസ്. ചെറിയ ചെറിയ പോറസ് സർഫസിൻ്റെ അകത്തോട്ട് ഈ പെയിൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോൾവെൻസിന് തിന്നറിന് പറ്റും. ബ്രഷിങ് ആൻഡ് സ്പ്രെഡിങ് പവർ ഈസ് ഇംപ്രൂവ്ഡ്. എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ബ്രഷ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ പെയിൻറ്റ് ആ സർഫസിൽ ഫുൾ ഈസിലി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിന്നർ അല്ലെങ്കിൽ സോൾവെൻറ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് കളറിങ് പിഗ്മെൻറ്റ്സ്. കളർ വെക്കുന്ന പിഗ്മെൻറ്റ്സ്. നമുക്കറിയാം ഇതിൽ കുറച്ച് കളർ, നമ്മുടെ പെയിൻറ്റിൻ്റെ കുറച്ച് കളറിൽ എങ്ങനെയാണ് ആ കളർ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പിഗ്മെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ബ്ലാക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പിഗ്മെൻറ്റ്സ് ആണ് ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ ലാംപ് ബ്ലാക്കോ ഐവറി ബ്ലാക്കോ ആണ്. ബ്ലൂവിൻ്റെ കേസിൽ നമ്മൾ ഇൻഡിഗോയോ റഷ്യൻ ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ബ്രൗണിൻ്റെ കേസിൽ ബേൺഡ് ആംബർ അല്ലെന്നുണ്ടെങ്കിൽ റോ ആംബർ ആണ് ഉപയോഗിക്കുന്നത്. ഗ്രീനിൻ്റെ കേസിൽ ക്രോമിയം ഗ്രീൻ ആണ് ഉപയോഗിക്കുന്നത്. റെഡിൻ്റെ കേസിൽ കാർമൈൻ അല്ലെങ്കിൽ വെർമിലൺ റെഡ് ആണ് ഉപയോഗിക്കുന്നത്. യെല്ലോയുടെ കേസിൽ ക്രോം യെല്ലോ, റോസ് ചീന, സിങ്ക് ക്രോം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കളറിങ് പിഗ്മെൻറ്റ്സിനായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് കളറിന് ഉള്ളത്, ബ്ലൂവിനുള്ളത്, ബ്രൗൺ, ഗ്രീൻ, റെഡ്, യെല്ലോ, ഇത്രയും കാര്യം. പ്രോസസ്സാണ് നമ്മൾ നോക്കുന്നത്. പെയിൻറ്റിങ് പ്രോസസ്സ് നമുക്കറിയാം, നമ്മൾ
ആദ്യം പ്രൈമറാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് കോട്ട് എന്ന് പറയും. പ്രൈമർ അല്ലെങ്കിൽ ഫസ്റ്റ് കോട്ട്. രണ്ടാമത്തത് അണ്ടർ കോട്ട് അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ട്. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ കോട്ട് അല്ലെങ്കിൽ സുപ്പീരിയർ കോട്ട്. പെയിൻറ്റിങ് പ്രോസസ്സിങ്ങിനാണ് ആദ്യം പ്രൈമർ, അടുത്ത അണ്ടർ കോട്ട്, അടുത്ത ഫൈനൽ കോട്ട്. അങ്ങനെ 3 ലെയറായിട്ട് നമ്മൾ പെയിൻറ്റ്. അപ്പോൾ ഇതിനാണ് നമ്മൾ പെയിൻറ്റിങ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പം അല്ലെങ്കിൽ പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സാൻഡ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ക്യൂമിക് സ്റ്റോൺ കൊണ്ടോ നമ്മളൊന്ന് എന്ത് ചെയ്യും? സർഫസിനെ ഒന്ന് റബ്ബ് ചെയ്യും. നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് സ്മൂത്ത് ആക്കും. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ സ്റ്റോപ്പിംഗ് എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ സ്റ്റോപ്പിംഗ് എന്ന് പറയും. ഇനി പെയിൻറ് വർക്ക്സിനുള്ള ഡിഫക്റ്റ് ഏത്? ഇത് ഓർത്തിരിക്കുക. ഈ ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫക്ട്സ് ഇൻ പെയിൻറ്റിങ് വർക്ക്. ഫസ്റ്റ് വൺ ഈസ് ബ്ലിസ്റ്ററിങ്. ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ബബിൾസ് അണ്ടർ പെയിൻറ് ഫിലിം. ചെറിയ ചെറിയ ബബിൾസ് പെയിൻറ് ഫിലിംസിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ബബിൾസ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ ബ്ലിസ്റ്ററിങ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ക്രോളിംഗ്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ സുപ്പീരിയർ കോട്ട്. സുപ്പീരിയർ കോട്ടിൽ എന്ത് ചെയ്യും? ഒരു ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുന്നതാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. When the superior coat is applied without allowing the second coat to dry. സെക്കൻഡ് കോട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ഡ്രോപ്ലെറ്റ്സ് പോലെ സുപ്പീരിയർ കോട്ടിൽ ഫോം ചെയ്യും. അതിനാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബ്ലൂം. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഡൾ പാച്ചസ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസ്. ലൂസണിങ് ഓഫ് സർട്ടൺ പോർഷൻ ഓർ പെയിൻറ് ഫിലിംസ്. പെയിൻറ്റിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ലൂസായി വലിഞ്ഞു വരുന്നതാണ് നമ്മൾ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഗ്രിന്നിങ്. ഗ്രിന്നിങ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഡ്യൂ ടു ലാക്ക് ഓഫ് ഒപ്പസിറ്റി. ഒപ്പസിറ്റി കുറവായത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്ത് വരുന്നതിനാണ് നമ്മളെന്താ ഗ്രിന്നിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫെയ്ഡിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ കാലങ്ങൾ കഴിയുന്ന സമയത്ത് പെയിൻറ്റിൻ്റെ കളർ ലൂസ് ചെയ്യുന്നത്, ഗ്രാജുവൽ ലൂസ് ഓഫ് പെയിൻറ് കളർ, അതിനാണ് ഫെയ്ഡിങ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലാഷിങ്. ഗ്ലോസി പാച്ചസ് ഓൺ ദ പെയിൻറ്റഡ് സർഫസ്. പെയിൻറ്റഡ് സർഫസിൽ കാണുന്ന ഗ്ലോസി ആയിട്ടുള്ള പാച്ചസിനെയാണ് ഫ്ലാഷിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സാപ്പോനിഫിക്കേഷൻ. സാപ്പോനിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോപ്പ് പാച്ചസ് ഓൺ പെയിൻറ്റഡ് സർഫസ്. പെയിൻറ്റഡ് സർഫസിന് സോപ്പ് പാച്ചസിനാണ്. ഗ്ലോസി പാച്ചസിന് ഫ്ലാഷിങ് എന്നും സോപ്പ് പാച്ചസിന് സാപ്പോനിഫിക്കേഷൻ എന്നും പറയും. അത് ഓർത്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ.